പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
തിരുസഭയിലെ ക്രിസ്മസിന് ഒരുക്കമായുള്ള ആഗമന കാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ്. ചെറിയ നോൻപ് കാലഘട്ടമാണിത്. ചെറിയ നോൻപ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരുന്നത് പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രായശ്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചാത്താപം എപ്പോഴും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പൂർവസ്ഥിതി പ്രാപിക്കാൻ. വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി, ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം, അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, അതുപോലെ തന്നെ കോൺസെക്രേഷനായിട്ടുള്ള ദൈവവിളികൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവവരപ്രസാദം. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പഴയ പൂർവസ്ഥിതിയിലേക്ക് വരാൻ, ആദ്യകാല വരപ്രസാദത്തിലേക്ക്. അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചനം വെളിപാട് അവസാനിക്കുന്നത്. വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത്? നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുവിൻ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത്, നീ എവിടെ നിന്ന് അതപ്പതിച്ചു, എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത്, അതിലേക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയും. വെളിപാടിൻ്റെ പുസ്തകം 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം അതാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ വരപ്രസാദത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും. ആദ്യത്തെ പ്രവൃത്തികൾ എന്ത് തന്നെ, വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും. അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ്? അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം. സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുതപിച്ചിട്ട് കാര്യമില്ല. അനുതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ്. സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ടാണ് ഈ അനുതാപം വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിക്കുന്നതിന്റെ ബേസ്മെന്റ്, അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ അനുതാപം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? വിശ്വാസം ദൈവം എടുത്തു കളയും. പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരമായിട്ട് ഞാൻ വിശ്വസിക്കണില്ലെന്നല്ല പറയണത്. അവർ അനുതപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും. എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ച് കളയെന്ന് പറയുന്നില്ലേ? അത് ഈ വെളിപാടിൻ്റെ കൂടെ പറയണതാണ്. 2:5-6. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പോൾ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചിട്ട് വലിയ അനുതാപമില്ലാത്ത ആൾ വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം അതെടുത്ത് കളയും. അനുതാപമില്ലാത്ത ആളില്ലേ, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അപ്പോൾ തൻ്റെ ഭാര്യയൊക്കെ വീട്ടിലാക്കിയിരിക്കുകയാണ്, മറ്റു പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയൊക്കെയാണ്, എനിക്കൊരു അനുതാപമില്ല, നീ വിശ്വസിച്ചൊരു കാര്യമില്ല. കാരണം വിശ്വാസം ആത്മാവിൻ്റെ
കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത്. അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം നിൻ്റെ ദീപപീഠം എടുത്തു മാറ്റും, വിശ്വാസം എടുത്തു മാറ്റും. ഇപ്പം ചില അണ്ണന്മാർ ഒരിക്കലും വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ, അത് അവൻ്റെ യുക്തിവാദം ക്യാമത്തൊന്നുമല്ല. ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത്, ഹോളി ഫെയ്ത്ത്, പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീ ഈസ് നോട്ട് എലിജിബിൾ, അവൻ യോഗ്യനല്ലെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്, ആഗമനകാലം. അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം, പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും, ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി, അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച്, അല്ലെങ്കിൽ 100 വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു, എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അക്സെപ്റ്റബിൾ അല്ല. സുവിശേഷത്തെ അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണത്. വിശ്വസിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട്. അല്ല നിനക്ക് വായി തോന്നിയ പോലെ വേളാങ്കണ്ണി പോയി ചില തലമുട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ്. അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ ഒന്നെന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിള്ളേരെ അടിച്ചു മാറ്റി, എന്നിട്ട് നീ ഉപവസിച്ചാൽ ശരിയാവുക? അല്ല. അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലം, അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു? ചിലപ്പോൾ നിൻ്റെ ജോലി വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം, എന്തും ആയിക്കോട്ടെ. ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത്, ആ അവസ്ഥയെ റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടും നീ ബുധനാഴ്ച ഉപവസിച്ച് അതുപോലെ ശനിയാഴ്ച ഉപവസിച്ചാൽ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയുന്നത് ഏതവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ച് വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ്, അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും. ഇങ്ങനെ വേണമെങ്കിൽ, അനുതാപം വേണമെങ്കിൽ, ആ ഒരു സത്യസന്ധമായ മനസ്സിന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ്. അതാണ് ഈ 11-18 നടപടി പുസ്തകം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. നടപടി പുസ്തകം 11-18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദാനം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു അനുതാപം വേണമെങ്കിൽ ദൈവം പ്രദാനം ചെയ്യണം. പക്ഷെ ദൈവം പ്രദാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുക്കമുള്ള ഹൃദയം വേണം. ഈ ഒരുക്കം അതിനെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളോടും സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം, ഒരുക്കമുള്ള ഹൃദയം. അതും ആരാണ് തരേണ്ടത്? ദൈവമാണ് തരേണ്ടത്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാനത്തെ നിങ്ങൾക്ക് കേൾക്കാം. നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത്. ചൊവ്വാഴ്ചത്തെ സങ്കീർത്തനം 110-32 ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത്. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീഷ്ണത വേണം. കൽപ്പനകൾ പാലിക്കുകയല്ല, പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ തീഷ്ണതയില്ല. അത് ദൈവം തരുമ്പോഴാണ് തീഷ്ണത ഉണ്ടാകുന്നത്. ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. ജലീയ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ആരംഭിക്കുന്നതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആഗമനകാലം നല്ലൊരു ക്രിസ്മസായി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഹിന്ദു സിബി എന്നാണ് ഞാൻ, കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആലയത്തിൽ വന്ന് കുമ്പിട്ടതിന് പ്രകാരം എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. ഞാൻ 2024 ജനുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി എന്നും മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുതുക്കുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ വായിക്കുന്നു, തീരുന്നിടം വരെ 2 നേരവും രാവിലെ എഴുന്നേറ്റ്
പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾക്ക് എന്നും പനിയാണ്. എന്നാണെന്നറിയത്തില്ല. ഞങ്ങൾ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ട് നടന്നിട്ടൊന്നും കുറയുന്നില്ല. അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് പറയും. വീട്ടിൽ വരും, 2 ദിവസം കഴിയും വീണ്ടും പനി. അങ്ങനെയായി ഞങ്ങളിങ്ങനെ മടുത്തു. ഒരു 5-6 മാസം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിച്ച് നോക്കി, ഇനി എന്നാന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് പ്രകാരം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കിടന്നു അവർ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്തു. ഇതുപോലെ പനി, ഇപ്പോഴത്തെ കാലത്തെ പനി എന്നാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ 8 ദിവസം കിടക്കാണ്ട് വന്ന്. അന്നേരം ഞാൻ ഓർത്ത് ഇതെന്നാ ഇങ്ങനെ മാറാത്തത് എന്ന് പറയുന്നു. അന്നേരം ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ ഞാനിനി പുതുക്കാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞ്, അമ്മേ ഞാൻ ഈ കൊച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാവേന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്നതാണ്. ആ ചേട്ടൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു പനിയോ പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ആ പനി മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനെപ്പറ്റി അവൾ പറയുവേ. എൻ്റെ പേര് അതുല്യ. ഞാൻ +2 കഴിഞ്ഞാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം 6 മാസം കൊണ്ട് ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇഷ്ടംപോലെ സ്ഥലത്ത് ഡേറ്റ് എടുത്തു. ആദ്യം ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കിട്ടിയില്ല. അന്നേരം അമ്മയെപ്പോലെ തന്നെ ഞാനും ഉടമ്പടിയിലായിരുന്നു. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അമ്മയായിരുന്നു ഉടമ്പടിയെല്ലാം എടുത്ത്. പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, രാവിലത്തെ ഡെയിലി ബ്രെഡ് കേൾക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയില്ല, എക്സാം എഴുതി കിട്ടിയില്ല. പിന്നെയും ഡേറ്റ് എടുത്തു, കിട്ടിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, എന്നാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും, എന്നാൽ നമുക്ക് ഒന്നും കൂടെ ഉടമ്പടി ഞാനായിട്ട് എടുക്കാം, അപ്പം ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പുതുക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജർമ്മൻ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എക്സാം ഒരു തവണ എഴുതിയാലൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ 2 എടുത്ത്, എനിക്കൊരു പേടിയായിട്ട് ഞാൻ 2 എടുത്ത് ഡേറ്റ് എടുത്തു. അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, ഒരിടത്ത് എടുത്താൽ മതി, നീ എന്താണെങ്കിലും പാസ്സാവും, ഒരിടത്ത് എടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മേ, എന്നാലും എനിക്കൊരു ഉറപ്പില്ല അമ്മ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ചെന്നൈയിലും ബാംഗ്ലൂരിലും ആയിരുന്നു ഇങ്ങനെ എടുത്ത്, ഫുൾ മൊഡ്യൂൾ വെച്ച് എടുത്തു. ചെന്നൈയിലെ എക്സാം കുറച്ച് പാടായിരുന്നു. ഞാൻ അന്നേരം എക്സാമിന് കയറിയപ്പോൾ ആണെങ്കിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി, നമുക്കിവിടുന്ന് കിട്ടിയ കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എക്സാം എഴുതാർക്ക് അറിയായിരിക്കും, നമുക്ക് ഭയങ്കര ക്യാമറ കാര്യങ്ങൾ, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, ഒന്നും അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ല, അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറ്റി വിടുന്നത്. അപ്പം ഉപ്പ് ഞാൻ പോക്കറ്റിൽ വിതറിയിട്ടാണ് പോയത്. അപ്പം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഉപ്പ് ചെറുതായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഞാനിങ്ങനെ തൂത്തു. ഞാൻ എക്സാം എഴുതി എനിക്ക് പാടായിരുന്നു, എന്നാലും എനിക്ക് പാടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മേ ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല, ഞാനത് കഴിഞ്ഞ് ബാംഗ്ലൂർ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്, അവിടുത്തെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എക്സാം എഴുതിയവർക്ക് അറിയാം, ചെന്നൈയിലെ എക്സാമിന് റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു 10-15 ദിവസം എന്താണെങ്കിലും എടുക്കും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്തൊക്കെ ബാംഗ്ലൂർ എക്സാം എടുത്തു, പോയി എഴുതി. എനിക്ക് അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാം എടുത്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂളും പാസ്സായി. ഞാൻ എടുത്ത ഫുൾ മൊഡ്യൂളും പാസ്സായി. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേയും വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ അവിടെ നിന്നും പാസ്സായി. ഞങ്ങളുടെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 4 മാസം മുമ്പ് അതിന് എഴുതിയായിരുന്നു. ഞാൻ 4 മാസം മുമ്പ് എഴുതിയിട്ട് ഒന്നും ജയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചാനും വന്നു, വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് എക്സാം 4 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊന്നും പാസ്സായില്ല. ഇവിടെ വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു ഞാൻ പോയി. എനിക്ക് 2 പാസ്സായി. അത് എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് ഒരു 6 മാസം മുന്നേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാസ്പോർട്ടും കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മാതാവ് എങ്ങനെയാണെങ്കിലും കൊണ്ട് തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഈ മനോരമയിൽ പരസ്യം കൊടുക്കും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരിതുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, മാതാവ് കൊണ്ട് തരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടുത്തുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന്, എനിക്ക് എങ്ങും പോവേണ്ടി വന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു അമ്മ. എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കും. എറണാകുളത്ത് ഞാനൊരു ക്ലാസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ കയറണമെങ്കിലൊക്കെ നമുക്ക് പാസ്പോർട്ട് വെച്ച് കാണിച്ചിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയി. ഞാൻ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല അമ്മയോട്. എനിക്ക് പേടിയായിരുന്നു, കാരണം പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർത്ത് ദൈവമേ എങ്ങനെയും ആരെങ്കിലും കിട്ടുമായിരിക്കും. ഞാൻ അതിൻ്റെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടോ, ആരും ഒന്നും തന്നില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇട്ട് ചോദിക്കുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടുത്ത് ഇരിപ്പുണ്ട്. ആരാ എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും എനിക്കറിയില്ല. നമ്പർ എവിടെ നിന്ന് കിട്ടിയത് പോലും എനിക്കറിയില്ല. എൻ്റെ അഡ്രസ്സ് മാത്രമേ എൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, നമ്പർ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വിളിച്ച് എൻ്റെ എല്ലാ കുറിച്ച് കൊണ്ട് തന്നു.
പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനാണ്, പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഭർത്താവുമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട് ഹൈ റേഞ്ചിലാണ്. ഞങ്ങളിപ്പോൾ പിള്ളേരുടെ ആവശ്യത്തിനായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത്. ഹൈ റേഞ്ച് വാഗമണ്ണിലാണ് ഞങ്ങൾ എന്നെ കെട്ടിച്ച് അയച്ചേക്കുന്നത്. ഞങ്ങളിപ്പം പാമ്പാടിലാണ് താമസിക്കുന്നത്. അവിടെ കുന്നിൻ്റെ മണ്ടയിലാണ്. സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞാലും വഴിയില്ല, വെള്ളമില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത്. ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ദൈവമേ എനിക്ക് വഴിയേരിയിൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണേ എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല. പിള്ളേരും കുഞ്ഞുങ്ങളാണ്, എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ 3ാമത് ഉടമ്പടി എടുത്തപ്പം എനിക്ക് 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് ഞാൻ അവിടെ വീട് വെച്ചിട്ട് വന്നിട്ട് ഞാൻ സാക്ഷി ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറയാൻ, ഞങ്ങൾ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അന്നേരം അതിലെല്ലാവരും ആൾക്കാരെല്ലാം വന്ന് സഹായം ചോദിക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു തുക പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അനാഥാലയം ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും രാവിലെ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിള് എന്നും അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം അമ്മയോട് പ്രാർത്ഥിച്ച് സമയം പോകുന്നത് പോലും അറിയത്തില്ല. പിള്ളേരെന്നാലും വഴക്ക് പറയും, അമ്മയെ സമയം ഒത്തിരി എഴുന്നേരെന്ന് പറയുമ്പോഴാണ് ഞാൻ സമയം ഒത്തിരി ആയല്ലോ എന്ന് പോലും അറിയുന്നത്. അമ്മയോട് നമുക്ക് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തിരികലാത്ത പോലെ കാര്യങ്ങൾ ഞാൻ വൈകിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ നിലനിന്ന്, എൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കിയാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 90:14 നാം ദൈവത്തെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവനാമത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ്. നമ്മളെ ഉയർത്തും, നമ്മളെ രക്ഷിക്കും, നമ്മളെ സംരക്ഷിക്കും. ഈശോയും അമ്മയും കൂടെ നിന്ന് സംരക്ഷിക്കുന്ന, ഉയർത്തുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ബിന്ദു സിബി എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്നപ്പോൾ ഒരു മകൾ സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും അമ്മയുടെയും ഈശോയുടെയും കരങ്ങളിലേക്ക് ഈ കുടുംബം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. 4 പ്രാവശ്യം ജർമ്മൻ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകഞ്ഞപ്പോൾ മോളിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് വീണ്ടും പരീക്ഷ എഴുതി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ത്യാഗപൂർണമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ഉള്ള ഒരു അനുഗ്രഹമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി മേടിച്ച് പോയി പരീക്ഷ എഴുതിയപ്പോഴാണ് ഈ മകൾ പിന്നീട് ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ സാധിച്ചത്. പിന്നീട് പാസ്പോർട്ട് കാണാതെ പോയപ്പോൾ ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ചു. 6 മാസം ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടുവാനായിട്ട് കാത്തിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മ ഒരു വഴി കാണിച്ചു കൊടുത്തു. ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് പുതിയ വഴികൾ നമ്മൾ ഓർക്കുക പോലും ചെയ്യാത്ത, നമ്മൾക്ക് കാണ്ട് ഇമാജിൻ, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളാണ് ഈശോയും അമ്മയും നമുക്ക് തുറന്നു തരുന്നത്. എവിടെ നിന്നോ ഏതോ ഒരു വ്യക്തി ഈ മകളുടെ ഫോൺ നമ്പർ ലഭിക്കുകയും പാസ്പോർട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുകയുമാണ് ചെയ്തത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുന്നത്. അമ്മ കൂടെ വന്ന് നമ്മുടെ ഏതോ വ്യക്തികളിൽ കൂടെയാണ് അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മകൾ പറയുന്നത് 6 മാസം ഞാൻ കാത്തിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനെ എനിക്ക് ആ പാസ്പോർട്ട് തിരിച്ചു നൽകിയെന്നാണ്. ഇത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ അനുഗ്രഹവും. പിന്നീട് വന്നത് 20 വർഷക്കാലം ഇവർ ഒരു സ്ഥലത്തിന് വേണ്ടി നോക്കിയിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. ഹൈ റേഞ്ചിൽ വഴിയും സ്ഥലവും ഒരു സൗകര്യവുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ കഴിഞ്ഞിരുന്നത്.
ഒരു സ്ഥലം നോക്കി 20 വർഷത്തോളം കാത്തിരുന്നു. ഉടമ്പടിയും പുതുക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒരു സ്ഥലം കണ്ട് ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഊട്ടി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ സാധിച്ചത്. ദൈവത്തോട് ചേർന്ന് നിന്ന് ആത്മാർത്ഥമായ ബന്ധം, പൂർണ്ണമായ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോ നമ്മെ ഉയർത്തുന്നതും നമ്മുടെ കൂടെ നിൽക്കുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ഈശോയുടെ അമ്മയോടും ചേർന്ന് ജീവിതം നയിക്കാം. പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ സംരക്ഷണവും ഉയർത്തലും നമ്മുടെ ജീവിതത്തിലും കാണുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിന്ദു സിബിയുടെ കുടുംബത്തിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബർ മാസം 5-ാം തീയതിയാണ്. ഞാനിവിടെ എത്താനുണ്ടായ സാഹചര്യം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്ത് ചേച്ചി എന്നോട് പറഞ്ഞു, ഇതുപോലെ നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാം, ഉടമ്പടി എടുക്കാം എന്നും പറഞ്ഞ് എന്നെയും കൂട്ടി ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് ഈ ഉടമ്പടിയെ പറ്റിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ആശങ്കയായിരുന്നു. ഈ ഉടമ്പടി എടുക്കണോ വേണ്ടയോ, മനസ്സോടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ആലോചിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചതിന് ശേഷവും എനിക്ക് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ കൂടെ പോയി ഉടമ്പടി ടോക്കണൊക്കെ എടുത്തു, ക്ലാസ്സിൽ കയറിയിരുന്ന് ക്ലാസ്സൊക്കെ കേട്ടു. അപ്പോഴും എൻ്റെ മനസ്സിൽ വലിയ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഉടമ്പടി ക്ലാസ് കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് വീട്ടിലൊരു രാത്രി 9 മണിയൊക്കെ ആയി എത്തിയപ്പം. അപ്പോഴും എനിക്ക് വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലണോ, ഇനി നാളെ ചൊല്ലിയാൽ മതിയോ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലായിരുന്നു. എന്നിട്ട് ഞാൻ മടിയോടുകൂടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതി തിരി കത്തിച്ചങ്ങോട്ട് വെക്കുകയും ആ തിരി അണഞ്ഞങ്ങ് പോയി. അപ്പം ഞാനൊന്ന് പേടിച്ച് പെട്ടെന്ന് ആ ചേച്ചിയൊക്കെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ തിരി ഇതുപോലെ ആദ്യം കത്തിച്ചപ്പം അണഞ്ഞു പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ രാവിലെ വീണ്ടും ഇതുപോലെ തന്നെ മടിയോടുകൂടി എഴുന്നേറ്റു, പ്രാർത്ഥിക്കണമല്ലോ, തിരി കത്തിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വീണ്ടും തിരി കത്തിച്ചു. തിരി അണഞ്ഞങ്ങ് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇത് സഞ്ചാരി മാതാവ് തന്നെയാണ്. എൻ്റെ കൂടെയും വന്നു, പക്ഷേ എൻ്റെ മടിയും ഇതും കാരണമാണ് എൻ്റെ തിരി അങ്ങനെ കെട്ടുപോയതെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വന്നു. ഞാൻ അപ്പം തന്നെ മാതാവിനോട് മാപ്പ് പറഞ്ഞു, മാതാവേ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയത്, അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ഈശോയോടും മാപ്പ് പറഞ്ഞതിന് ശേഷം തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഇതുവരെ ആ തിരി എൻ്റെ അങ്ങനെ കെട്ടുപോയിട്ടേ ഇല്ല. ഇനി എനിക്ക് പറയാനുള്ള ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മോളുടെ കാര്യമാണ്. എൻ്റെ മോള് കുഞ്ഞുനാൾ മുതലേ അവൾക്ക് പനി വരുമ്പോഴത്തേനും ചുമയായി, അത് ഭയങ്കര ശ്വാസം മുട്ടലിലേക്കും വിമിഷ്ടം പോലെയൊക്കെ ആയി. രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല, ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് രാത്രിയിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട, നെബുലൈസേഷൻ കൊടുക്കേണ്ടതും ഇൻഹെയിലർ ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഞാൻ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിയോഗത്തിൽ ഞാൻ അത് വെച്ചു, മോളുടെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൾക്ക് ആ ഒരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമേ ഇല്ല. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ MSc B.Ed കഴിഞ്ഞ ഒരാളാണ്, കേറ്ററ്റും പാസ്സായതാണ്. പക്ഷേ ഞാൻ പലയിടത്തും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എനിക്കത് കിട്ടാതെ പോകും. അങ്ങനെ താൽക്കാലികമായിട്ട് പോലും എനിക്കൊരു ജോലി കിട്ടാതെ ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ച് എന്നും ഞാൻ തിരി കത്തിച്ച് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, ഞാൻ എന്നെക്കൊണ്ടാകുന്ന വിധം ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് സ്ഥിരമല്ലെങ്കിൽ പോലും എനിക്ക് എങ്ങും ഒരു ജോലിയിൽ കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ എന്നും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഒരു ദിവസം എൻ്റെ പച്ചത്തിരിയിൽ വൈകിട്ട് ഞാനും എൻ്റെ മക്കളുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ തിരിയിൽ ഈശോയുടെ തിരുഹൃദയം, നല്ല വ്യക്തമായിട്ട് ചുമന്ന തിരുഹൃദയം എൻ്റെ തിരിയിൽ ഇങ്ങനെ വന്നു. ഞാനിങ്ങനെ കണ്ണടച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. എൻ്റെ മോനാണ് ഇത് കണ്ടിട്ട്, അമ്മയെ ഒന്ന് നോക്കിക്കേ, നമ്മുടെ തിരിയിലോട്ടൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാനും നോക്കി. എനിക്ക് ഒത്തിരി സന്തോഷമായി. പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കാണിച്ചു, വീഡിയോ കോളിലൊക്കെ വിളിച്ച് കാണിച്ചു. എന്നിട്ട് ഞാനിത് പലരോടും പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു, നിനക്ക് എന്തോ ഒരു നല്ലത് വരാൻ പോകുന്നു, മാതാവിൻ്റെ സാന്നിധ്യം നിനക്കുണ്ട്, നിനക്ക് ഉറപ്പായിട്ടും എന്തോ ഒരു നല്ലത് വരാൻ പോകുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. ഞാനും വിശ്വസിച്ച് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ച് ഇവിടുത്തെ ജപമാല റാലിയൊക്കെ കൂടി
അതിനുശേഷം ഒരു ദിവസം ഈ തിരുഹൃദയം വന്നതിൻ്റെ 2ാമത്തെ ദിവസം ഒരു സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ വരികയും ഞാൻ അവിടെ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ജോലി കിട്ടി. അതായിരുന്നു എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ ഇങ്ങോട്ട് മുടങ്ങാതെ എനിക്ക് ഓരോ സ്കൂളിൽ ഡെയിലി വേജസ് ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വഴിയുടെ കാര്യമാണ്. ഒരു 9 വർഷത്തോളമായി ഞങ്ങളൊരു വഴി വാങ്ങിച്ചിട്ട്, പക്ഷേ അതെന്നും തടസ്സം കാരണം നമുക്ക് വീട്ടിലോട്ടുള്ള വഴി വെട്ടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പൈസ കൊടുത്ത് വാങ്ങിയതാണ്, എങ്കിൽ പോലും അതിൽ പല പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് വീട്ടിലോട്ട് വഴി കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യവും ഞങ്ങൾ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. ആ തർക്കമുണ്ടായ സ്ഥലത്ത് ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ വഴി തടസ്സമെല്ലാം മാറി ഞങ്ങളുടെ വീട് വരെയുള്ള വഴി ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി. പിന്നെ ഇതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങുക, അത് ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടുപോയി രോഗികൾക്കും അവിടെ വരുന്നവർക്കെല്ലാം കൊടുക്കുകയും പിന്നെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ ഞാനിവിടെ കൊണ്ടുവരുന്നിട്ടുണ്ട്. ഒത്തിരി പേരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പലരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുമുണ്ട്, ഉടമ്പടി എടുത്തിട്ടുമുണ്ട് അവർ. പിന്നെ യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഞാൻ ഡെയിലി എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. പിന്നെ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറ് കെട്ടി ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് വന്ന ആത്മീയമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് ആഗ്രഹിച്ചൊരു ബൈബിളൊക്കെ വാങ്ങിച്ചു. ബൈബിളൊക്കെ വായിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും അത് വായിക്കാറുണ്ട്. രാവിലെ അവർ സ്കൂളിൽ പോകുമ്പോൾ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ തൈലവും പുരട്ടിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാനും ജോലിക്ക് പോകുന്ന മുമ്പ് ഇറങ്ങാൻ നേരം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും പുരട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. അത് നമുക്ക് എന്നും ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും വലുതും എല്ലാം തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6. ദൈവത്തിൻ്റെ കരുണയിലും വിശ്വസ്തതയിലും പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാനുള്ള ഒരു സാഹചര്യം നൽകുന്നത്. അവിടുന്ന് ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹമാണ്, അതിരറ്റ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പുലരിയിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഓരോ ദുഃഖവും സന്തോഷമായി മാറുന്നതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പ്രാർത്ഥന ഈ മകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഉടമ്പടി ഈ കൃപാസന സന്നിധിയിൽ, അമ്മയുടെ സന്നിധിയിൽ എത്തുന്നത് തന്നെ വേറൊരു മകൾക്ക് കൂട്ടായിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഉടമ്പടി എടുത്തതും പിന്നെ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രസൻസ് ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്തത്. പിന്നീട് ഒരു സ്റ്റാർട്ടപ്പ് ആനായിട്ട് സമയമെടുത്തു. വളരെയധികം ഒന്നും പ്രിപ്പയർ അല്ലാതെ കുറച്ച് മാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലുവെച്ചത്. പക്ഷെങ്കിൽ ഓരോ കാര്യങ്ങൾ നടന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായത്. കാരണം മെഴുകുതിരി കേട്ടപ്പോൾ ഈ മകളുടെ ഒരു വിശ്വാസത്തിൽ എന്തോ ശരിയാക്കണമെന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വന്നു. പിന്നീടാണ് ഈ മകള് നല്ലൊരു വിശ്വാസ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത്. ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അവസാനം പ്രതീക്ഷയുടെ സ്തുതിയായിട്ട് മാറിത്തീരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പുത്തൻ വഴിയിലൂടെയാണ് ഈശോ നമ്മെ നയിക്കുന്നത്. ശരണ്യ എസ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത് 9 വർഷം മകൾ എപ്പോൾ പനി വന്നാലും ശ്വാസമുട്ടലുണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മകൾക്ക് ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചത്. നല്ലൊരു എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസമുള്ള ഒരു മോളാണിത്. MSc B.Ed കേറ്റഡ് എക്സാം പാസ്സായിട്ടും ഒരു നല്ല ജോലി ലഭിക്കാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ജോലിക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം സമയചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് ഈ മകൾക്ക് ഒരു നല്ലൊരു ജോലി സമ്മാനിച്ചു. അത് ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെ, ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മകൾക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, മെഴുകുതിരിയിലെ തിരുഹൃദയത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണുവാൻ സാധിച്ചു. ആ മകൾ മൊബൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ കാണിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല. ആ മകൾക്കും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും. അങ്ങനെയാണ് ആ മകൾ ആ ജോലിയിൽ ഇൻ്റർവ്യൂവിന് പോയി ആ ജോലി ലഭിക്കുകയും ചെയ്തത്.
പിന്നീടായിരുന്നു ഒരു വീടുണ്ട്, പക്ഷെ വഴിയില്ല. 9 വർഷത്തോളം അവർ ട്രൈ ചെയ്തു ഒരു വഴിക്ക് വേണ്ടിയിട്ട്. ഉടമ്പടി എടുത്ത ഉടനെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും അവരെ സഹായിച്ചത്. ഉടമ്പടി വസ്തുക്കളായ ഉപ്പിട്ട് അവർ പ്രാർത്ഥിച്ചു. അതിൻ്റെ പ്രതിഫലമായിട്ടാണ്, ഇവരുടെ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ്, ഉടമ്പടി ജീവിതത്തിലെ വിശ്വസ്തതയും ആത്മാർത്ഥതയും കണ്ടിട്ടാവാം ഈശോയും അമ്മയും പെട്ടെന്ന് തന്നെ ഇവർക്ക് 9 വർഷം ചുരുക്കി ഒരു ഉടമ്പടി എടുത്ത് 90 ദിവസത്തിന് ശേഷം തന്നെ ഇവർക്ക് ആ വഴി ലഭിച്ചു കൊടുത്തത്. ഇതെല്ലാം ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഈശോ ചെയ്തു കൊടുക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. അങ്ങനെയാണ് ഉടമ്പടി ജീവിതം നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാം. അവിടുത്തെ അതിരറ്റ കരുണ കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലും നമുക്കും നല്ല വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദുഃഖവും കഷ്ടതകളും സന്തോഷമായി സ്തുതിയായി മാറ്റാം. നമുക്കും നമ്മുടെ എല്ലാ വിശ്വാസം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ച് ശരണേയസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം.